വെറും 10 സെൻറ്റിമീറ്റർ മാത്രം ഉയരമുള്ള ഈ തക്കാളി ചെടി അതിന് താങ്ങാവുന്നതിലധികം കായ്കളുമായി നിൽക്കുന്നത് കണ്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? ഈ കുഞ്ഞൻ തക്കാളിച്ചെടികൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. പഴയ വീഡിയോയിൽ മദർ പ്ലാന്റിൽ നിന്ന് പ്രൂണിംഗ് സമയത്ത് കട്ട് ചെയ്തെടുത്ത സക്കേഴ്സ് ഉപയോഗിച്ച് പുതിയ ചെടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ആ ടൊമാറ്റോ സക്കേഴ്സിനെ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചാൽ ദിവസങ്ങൾ കഴിയും തോറും അതിന് വേരുകൾ വളർന്നുകൊണ്ടിരിക്കും. വെള്ളത്തിൻ്റെ നിറം മങ്ങുമ്പോൾ വെള്ളം മാറ്റിക്കൊടുക്കണം, അല്ലെങ്കിൽ വേരുകൾ ചീഞ്ഞു പോകും. വെള്ളത്തിലിട്ടതോടെ ആദ്യ ദിവസത്തെ വാട്ടമൊക്കെ മാറി തണ്ടുകളും ഇലകളും ഉഷാറായി. 5-ാം ദിവസം വേരുകൾ മുട്ടിച്ചു തുടങ്ങി. പൊഴിഞ്ഞു പോകുമോ എന്ന് സംശയിച്ചിരുന്ന മൊട്ടുകൾ കരുത്തോടെ തന്നെ നിൽക്കുന്നു. ദിവസം കഴിയും തോറും വേരുകൾ വളർന്നുകൊണ്ടേയിരുന്നു. തക്കാളി ചെടിക്ക് അതിൻ്റെ തണ്ടിൻ്റെ ഏതു ഭാഗത്തു നിന്നും വേരുകൾ ഉൽപ്പാദിപ്പിക്കുവാനുള്ള കഴിവുണ്ട്. ഇങ്ങനെ തൈകൾ ഉണ്ടാക്കിയാൽ വിത്ത് കിളിർത്ത് ചെടി വളരുന്ന താമസം ഒഴിവാക്കാം. വളരെ ചെറിയ ഗ്രോയിങ് സീസണുള്ള അയർലൻഡിൽ സമയം വിലപ്പെട്ടതാണല്ലോ. 2 ആഴ്ച കൊണ്ട് വേരുകളെല്ലാം കരുത്തോടെ വളർന്ന് ഗ്ലാസ് നിറഞ്ഞു. ഇതിനിടയിൽ 2 തവണ വെള്ളം മാറ്റിയിരുന്നു. ഇങ്ങനെ വേര് പിടിപ്പിക്കുന്നതിന് വാട്ടർ പ്രൊപ്പഗേഷൻ എന്നാണ് പറയുന്നത്. ചട്ടിയിലേക്ക് മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മൊട്ടുള്ള ചെറിയ ടൊമാറ്റോയുടെ തണ്ട് ഒരു പാത്രത്തിൽ തനിയെ നട്ടു. അവനാണ് ഈ കാഴ്ച നിൽക്കുന്ന കുഞ്ഞൻ തക്കാളി. വലിയ തക്കാളി ചെടികളിലെ കായകൾ പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കതിൻ്റെ ഹാർവെസ്റ്റ് കാണണ്ടേ? അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.